ടെക് ലൈഫ് ഇൻഡസ്ട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UAE-ലെ അക്ഷരനഗരിയായ ഷാർജയിൽ നിന്നാണ് ഈ വീഡിയോ നിങ്ങൾക്കായി എത്തുന്നത്. ടെക് ലൈഫ് ഇൻഡസ്ട്രി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ അതിഥികളെ എത്തിക്കാനുള്ള ആഡംബര കാറുകളാണ് ഈ കാണുന്നത്. BMW-ൻ്റെ ഒരു നിര തന്നെയുണ്ട്. പുറത്തെ കാഴ്ചകൾ ഇവിടെ നിന്ന് തുടങ്ങുകയായി. അൽത്തൗൻ ഭാഗത്തുള്ള എൻട്രിയാണ് ബുക്ക് ഫെയറിൻ്റേത്. അലങ്കാരപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അകത്തേക്കും പുറത്തേക്കും വേറെ വേറെ വഴികളുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ബാരിക്കേഡുകൾ വെച്ച് തിരിച്ചിട്ടുണ്ട്. സാനിറ്റൈസേഷൻ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ വലതുവശത്ത് ഇൻ്റലക്ച്വൽ ഹാളും മെയിൻ ഹാളുകൾ 2, 4, ഇടതുവശത്ത് മെയിൻ ഹാള് 1, 3 എന്നിവയാണ്. ഇത് നമ്മുടെ മെയിൻ കോറിഡോറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 1ാമത്തെയും 3ാമത്തെയും ഹാളിലേക്കുള്ള വഴിയിലാണ്. അതായത് അതിന് എൻട്രൻസ് ആണ്. അവിടെയായി സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് ഹാൾ നമ്പർ 2ലും 4ലേക്കുമുള്ള എൻട്രൻസ് ആണ്. രണ്ടു വശങ്ങളിലുമായി ആവശ്യത്തിൽ അധികം ATM മെഷീനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. 5ാമത്തെ ഹാളിലാണ് നമ്മളിപ്പോൾ നേരെ കാണുന്നത്. ബോൾ റൂമാണ്. പരിപാടികളില്ല. ഇപ്പോൾ അത് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുകയാണ്. 6ാമത്തെ ഹാളിലാണ് നമ്മൾ. ഇത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്റ്റാളാണ്. 6ാമത്തെ ഹാളിൽ നിന്ന് വന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വലതുവശത്തേക്ക് തിരിഞ്ഞാൽ കോർണിഷ് സൈഡിലുള്ള എക്സിറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്നതാണ് കോർണിഷ് സൈഡിലേക്കുള്ള എക്സിറ്റ്. കോർണിഷ് വശത്തുനിന്ന് കയറുമ്പോഴുള്ള രംഗമാണിത്. ഇവിടുത്തെ മെയിൻ ഡോറ് തുറന്നാൽ മെയിൻ കോറിഡോറിലേക്ക് എത്തുകയായി. ഇപ്പോൾ നമ്മുടെ ഇടതുവശത്ത് 2, 4, വലതുവശത്ത് 1, 3 ഹാളുകളാണ്. നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഇംഗ്ലീഷ്, അറബ് പുസ്തകങ്ങളാണ് ഈ ഭാഗത്ത്. എക്സ്പോ സെൻറ്ററിൻ്റെ ലേഔട്ടാണ് ഇത്. കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിനടുത്താണ്, കോർണിഷ് സൈഡിലുള്ളത്. വിസിറ്റേഴ്സ് പാർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പോയിന്റുകൾ കാണിക്കുന്നത്. അപ്പുറത്തുള്ളത് വാലെ പാർക്കിംഗ് ആണ്. VIP പാർക്കിംഗ് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. വിസിറ്റേഴ്സ് പാർക്കിങ്ങിൻ്റെ ഡിറ്റർമിൻഡ് ആൾക്കാർക്കുള്ള 4 പാർക്കിംഗ് ഉണ്ട് അവിടെ. വീണ്ടും നമ്മൾ കോർണർ സൈഡിലുള്ള എൻട്രൻസിലേക്ക് കടക്കുകയായി. അവിടെ തെർമൽ ചെക്കിംഗ് ഉണ്ട്. 2 റിസപ്ഷനുകളുണ്ട്. ഇത് 5നും 6നും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഇത് 5ാം നമ്പർ ഹാളാണ്. അതിനപ്പുറത്ത് ബോൾ റൂമാണ്. പരിപാടികൾ ഇപ്പോൾ ഇല്ല അതിനുള്ളിൽ. ഇത് 6ാം നമ്പർ ഹാളാണ്. ഇന്ത്യയുടെ മലയാളം ബുക്കുകൾ ഒക്കെ ഇതിനുള്ളിലാണുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ്റെ പവലിയൻ ഈ ഭാഗത്താണ്. ഇവിടുന്ന് മെയിൻ ഡോറിലേക്കുള്ള മെയിൻ കോറിഡോറിലേക്കുള്ള വഴിയാണിത്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വലതുവശത്ത് 1, 3, ഇടതുവശത്ത് 2, 4 ഹാളുകളാണ്. ഇപ്പോൾ നമ്മളുള്ളത് അൽത്തൗൻ ഭാഗത്തുള്ള പാർക്കിങ്ങിലാണ്. ആ എൻട്രൻസിൽ കൂടെ നമുക്ക് അകത്തേക്ക് കടക്കാം. അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നവർക്ക് അതുവഴി ഇങ്ങോട്ട് കടക്കാവുന്നതാണ്. ഇത് ശ്രീ TV മോഹൻകുമാറാണ്. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. കോവിഡ് കാലത്തെ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പ് എങ്ങനെയെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. ഷാർജ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം നടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പുസ്തകമേളയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള ഈ വർഷത്തെ 2020. അതിന് നമ്മൾ ഒരുപാട് ഷാർജ ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള വളരെ ബ്രേവായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചു എന്ന് പറയുന്നത്
ഷാർജ ബുക്ക് ഫെയറിന് ഷാർജയിലുള്ള പബ്ലിഷേഴ്സിനും അതുപോലെ തന്നെ ഇവിടെയുള്ള എഴുത്തുകാർക്കും അതുപോലെ റീഡേഴ്സിനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ് ഷാർജ പുസ്തകമേള ഈ വർഷത്തേത്. കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട്. മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മാസ്ക് ധരിച്ചിരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്, പിന്നെ അതുമാതിരി തന്നെ മറ്റുള്ള സാനിറ്റൈസേഷൻ അങ്ങനെയുള്ള പരിപാടികളുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസിൽ നമുക്ക് ഒരുപാട് സ്ട്രിക്റ്റ്. അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് റൂൾസ് ആൻഡ് UAE അപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ റൂൾസും ഇവിടെ അപ്ലിക്കബിൾ ആണ്. എസ്പെഷ്യലി അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. എൻട്രൻസ് ഈസ് ത്രൂ രജിസ്ട്രേഷൻ ഓൺലി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജ ബുക്ക് ഫെയറിൽ നമുക്ക് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ബുക്ക് ഫെയറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വലിയ ക്രൗഡുകൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അത് ഈ വർഷം നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് നിർബന്ധമായി പാലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എൻട്രൻസ് വളരെ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓരോ എൻ്റർ ചെയ്യുന്ന വ്യക്തിയും വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു 5,000 വരെയാണ് നമ്മൾ ഒരു സെഷനിൽ ഞങ്ങളുടെ ഒരു ദിവസത്തിന് 4 സെക്ടറായി തിരിച്ചിരിക്കുകയാണ്. മോർണിംഗ് 10 to 1, 1 to 4, 4 to 7, 7 to 10 ഇങ്ങനെ 4 സെക്ടറായി തിരിച്ചിട്ടുണ്ട്. ഈ ഒരു വിസിറ്റർ ഏതെങ്കിലും ഒരു സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഹി ക്യാൻ സ്റ്റേ ഫോർ 3 hours. ആ 3 മണിക്കൂർ കഴിയുമ്പോൾ ആൾ പുറത്തു പോയിരിക്കണം. അത് ഞങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ ഈ എൻ്റർ ചെയ്യുന്ന ആൾക്കൊരു റിസ്റ്റ് ബാൻഡ്, ഒരു കളേർഡ് റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊടുക്കുന്നു. ആ റിസ്റ്റ് ബാൻഡ് 3 hours വരെയുള്ളതാണ്. അതിനിടയിൽ മൊബൈലിലേക്ക് ഒരു റിമൈൻഡർ വരും ഇയാളുടെ, അതായത് 3 hours ആവാൻ പോകുന്നു, ഇനി 5 minutes ഉള്ളൂ അല്ലെങ്കിൽ 10 minutes ഉള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ആൾ പർച്ചേസ് കഴിഞ്ഞിട്ട്, കാരണം ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. ഇവിടെ ബുക്ക് വാങ്ങുക, പോവുക, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ 3 hours. നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്റ്റാളിൽ പോകുന്നു, ബുക്ക് സെലക്ട് ചെയ്യുന്നു, വാങ്ങുന്നു, പേ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഇതിനുള്ള അവേഴ്സാണിത്. നിങ്ങൾക്ക് ഇനി വീണ്ടും വരണം, നിങ്ങൾക്ക് ഇനി ഒരു 3 hours വേണം. യു ജസ്റ്റ് ഗോ ഔട്ട് അഗെയിൻ, നിങ്ങൾ വീണ്ടും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഈ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നുമല്ല. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ് വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഷാർജ SIBF.com, അതായത് www.sibf.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് വിസിറ്റേഴ്സ് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏറോ മാർക്ക് കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പേജ്, ഒരു ഫോം. അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, പിന്നെ ഇമെയിൽ അഡ്രസ്സ്, പിന്നെ ഏത് സ്ലോട്ടിലാണ് നിങ്ങൾ വരുന്നത്. രാവിലെ 10 മണിക്കാണ് ആ സ്ലോട്ട് സെലക്ട് ചെയ്യുക. 4 ടൈം സ്ലോട്ടിൽ നിന്ന് ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏത് ഡേറ്റിലാണ് നിങ്ങൾ വരുന്നത്, ആ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ എത്ര പേരാണ്, 5 പേരാണ്, മാക്സിമം 5 പേർക്കാണ് അലൗഡ്. അത് ആ നമ്പർ ഓഫ് പിന്നെ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരുടെ അത് എൻട്രി ചെയ്യുക. എൻ്റർ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ മൊബൈലിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും ഒരു QR കോഡ്, ഒരു ബാർ കോഡ് വരുന്നതായിരിക്കും. ആ ബാർ കോഡും കൊണ്ട് നിങ്ങൾ വരിക, എൻ്റർ ചെയ്യുക. ഇത്രയുള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു കോസ്റ്റും ഒരു ചിലവും വരുന്നില്ല ഇതിന്. എൻട്രൻസ് ഈസ് ടോട്ടലി ഫ്രീ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ മെത്തേഡ്. പിന്നെ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു റിസ്റ്റ് ബാൻഡ്, നമ്മളൊരു കളേർഡ് റിസ്റ്റ് ബാൻഡ് നേരത്തെ പറഞ്ഞ പോലെ കെട്ടിത്തരും. അത് ഫോർ 3 hours ആണ്. 3 hours കഴിഞ്ഞാൽ ഈ കളേർഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും പുറത്ത് പോയിരിക്കണം. അതിന് ഇവിടെ ഞങ്ങളുടെ സെക്യൂരിറ്റിയും പോലീസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും അത് മാനേജ് ചെയ്യാൻ വേണ്ടി. എവിടെയും ഒരു ക്രൗഡ് ഉണ്ടാവാൻ പാടില്ല. സർ, അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെ പതിവായിട്ട് വരുന്ന ഒരാൾക്ക് അങ്ങ് പറഞ്ഞു 4 സ്ലോട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പതിവായി ഇവിടെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്കോ വായനക്കാർക്കോ എന്തൂസിയാസ്റ്റിനൊക്കെ എല്ലാ ദിവസവും വരണമെങ്കിൽ, അതല്ല എല്ലാ സ്ലോട്ടിലും വരണമെങ്കിൽ അത് സാധ്യമാണ്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും രജിസ്ട്രേഷന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ, കാരണം 5,000 ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രജിസ്ട്രേഷൻ ബ്ലോക്ക് ആവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അടുത്ത സ്ലോട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ സ്ലോട്ട് അവൈലബിൾ ആയിരിക്കും. അതാണ് അതിൻ്റെ മെത്തേഡ്. എത്ര പ്രാവശ്യം വരുന്നു എന്നുള്ളതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. സാർ, അപ്പോൾ ഒരു 10 പേര് പോയി കഴിഞ്ഞാൽ അടുത്ത 10 പേർക്ക് അകത്ത് കയറാം. അതായത് സിസ്റ്റം പറയും ഇപ്പോൾ 4,990 ഉള്ളൂ, അടുത്ത 10 പേർക്ക് അകത്ത് കയറാം. അങ്ങനെയാണോ? അതോ ഒരു 100 പേരാകാതെ അങ്ങനെ? അല്ലല്ല, 5,000 എപ്പോഴാണോ രജിസ്ട്രേഷൻ ആവുന്നത് ആ സ്ലോട്ടിൽ, ഇപ്പോൾ 10 to 1 നമ്മൾ സെലക്ട് ചെയ്യാണ്. ഈ 10 to 1 സമയത്ത് ഓരോ സ്ലോട്ട് വൈസ്. അതെ, ആ സ്ലോട്ടിൽ 5,000 പേരായി കഴിഞ്ഞാൽ പിന്നെ ആ സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടില്ല. യു ഗോ ഫോർ ദി നെക്സ്റ്റ് സ്ലോട്ട്. അപ്പോൾ ആ സ്ലോട്ട് എപ്പോഴാണോ 5,000 ഫുൾ ആവുന്നത് അപ്പോൾ അതവിടെ ബ്ലോക്ക് ആവുന്നു. അങ്ങനെയാണ്.
മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ ഒരു സ്ലോട്ടിൻ്റെ. പിന്നെ ഇവിടെ ഞങ്ങൾ സാനിറ്റൈസേഷൻ എവറി 5 hours സാനിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പിന്നെ എല്ലാ സ്ഥലത്തും സാനിറ്റൈസേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ പാസേജ് 3 മീറ്ററാണ് സാധാരണ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം 4 മീറ്റർ ആക്കിയിട്ടുണ്ട്. സ്റ്റോൾസ്, അതായത് സ്റ്റോൾ ടു സ്റ്റോളുള്ള സ്പേസ് ഞാൻ പറഞ്ഞത്, അതായത് 4 മീറ്റർ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ മാസ്ക് മസ്റ്റാണ്, നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബുക്ക് സ്റ്റോളിൽ ഒരു സമയത്ത് വലിപ്പം അനുസരിച്ചാണോ ഇപ്രാവശ്യം നിർത്തിയത്? ഒരേ സമയത്ത് എത്ര പേർക്ക് നിൽക്കാൻ പറ്റി? വരുന്ന ഒരു ഫാമിലിയിലെ ഉദാഹരണത്തിന് 5 പേരുണ്ടെങ്കിൽ ആ 5 പേർക്ക് ഒരു കൗണ്ടറിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഫാമിലി വന്നു കഴിഞ്ഞാൽ ഇവർ മാറിക്കഴിഞ്ഞ് കയറാൻ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പുറത്ത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെയ്യുന്ന എന്താണോ അതേമാതിരിയുള്ള റൂൾസ് നമുക്ക് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അത് നമ്മളെല്ലാവരും അവെയറാണ് കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, എത്രമാത്രം ഡേഞ്ചറസ് ആണ് ഇതെന്നുള്ളത്. അപ്പോൾ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മളെല്ലാവരും തന്നെ ഒരു സോഷ്യൽ ജീവി ആയതുകൊണ്ട് നമ്മൾ അത് കമ്മിറ്റഡ് ആണ്. നമ്മളിവിടെ റൂൾ ഉണ്ടോ ഇല്ലയെന്നല്ല, അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും അതിനെപ്പറ്റി അവെയറാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അത് അവിടെ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ അത് കുറച്ചും കൂടി മോണിറ്റർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്. കോവിഡ് സമയത്ത് നമ്മൾ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് അനുഭവിക്കുന്നതാണത്. അപ്പോൾ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ധരിക്കുക, സാനിറ്റൈസേഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു പാർട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മളായിട്ട് ഒരു പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ വി വിൽ ബി മോണിറ്ററിങ്. ഓൺലൈൻ ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഡിസ്കൗണ്ട്, ബുക്ക് വാങ്ങിക്കുന്നവർക്ക് ഓൺലൈൻ ഡിസ്കൗണ്ട് എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും? ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് സെല്ലിംഗ് ഇല്ലല്ലോ. എല്ലാം ഫിസിക്കൽ സെല്ലിംഗ് ആണ്. ഇവിടെ എല്ലാം 1027 പബ്ലിഷേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ 6 ഹാളിലായിട്ട് ബുക്സ് ഡിസ്പ്ലേ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നാളെ രാവിലെയാണ് ഇതിൻ്റെ പിന്നെ ബുക്ക് ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ പബ്ലിഷേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്. ഞങ്ങൾ UK നിന്ന് US നിന്നൊക്കെ തന്നെ പബ്ലിഷേഴ്സും റൈറ്റ്സ് ഏജൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് റൈറ്റ്സ് സെല്ലിംഗ് ആൻഡ് ബൈയിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു സക്സസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി പാർക്കിങ്ങിനെ കുറിച്ച് വരുന്നവർക്ക് പ്രത്യേക പാർക്കിങ്ങിനൊരു ബിൽഡിംഗ് തന്നെ നമ്മളുണ്ടല്ലോ, കഴിഞ്ഞ വർഷം മുതൽ ചെയ്യുന്നുണ്ട്. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് നമുക്ക് പാർക്കിങ്ങിനായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഒരുപാട് പാർക്കിങ്സ് ഉണ്ട്. കോർണിഷിൻ്റെ പാർക്കിങ്സ് അങ്ങോളം ഇങ്ങോളം നീണ്ടു കിടക്കുകയാണ്. പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തായാലും സർ, അങ്ങേപോലെ ഒരു മലയാളി ഇതിൻ്റെ അമരത്തിരിക്കുന്നതിൽ മലയാളി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ഭരണാധികാരികളെ പോലെയുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റുക എന്നത് അങ്ങേക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യമാണ്. ഞങ്ങൾക്കും അങ്ങേപോലെ ഒരാളെ കിട്ടിയതും ഈ ഭരണാധികാരിയുടെ കീഴിൽ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ ബുക്ക് ഫെയറിൽ ഭാഗമാക്കാൻ ഈ വർഷവും സാധിച്ചതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തുന്നു. അങ്ങേക്ക് നന്ദി. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വിഷയമായി ഉടനെ തന്നെ എത്തുന്നതാണ്. സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവയിൽ കൂടെ നൽകുക എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.